മലയാള സിനിമയ്ക്ക് പുത്തൻ റെക്കോർഡുകൾ സമ്മാനിച്ച് മുന്നേറുകയാണ് എമ്പുരാൻ. റിലീസ് ചെയ്ത് 5 ദിവസത്തിൽ 200 കോടി ക്ലബിലടക്കം ഇടം നേടിയ ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. മലയാളത്തിന് പുറമെ ഹിന്ദി, കന്നഡ, തെലുങ്ക്, തമിഴ് എന്നീ ഭാഷകളിൽ മാർച്ച് 27-നായിരുന്നു എമ്പുരാൻ റിലീസ് ചെയ്തത്. ലൂസിഫറിന്റെ 2ാം ഭാഗമായി തിയേറ്ററുകളിലെത്തിയ ചിത്രം ആദ്യ വാരം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആകെ നേടിയത് 84.40 കോടി രൂപയാണ്. ബോക്സ് ഓഫീസ് സൈറ്റായ സാഗ്നിയിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ബുധനാഴ്ച ചിത്രം ഏകദേശം 5.50 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത്. 7 ദിവസത്തിനുള്ളിൽ എമ്പുരാൻ ഇന്ത്യയിൽ ഏകദേശം 84.40 കോടി രൂപ കളക്ഷൻ നേടിയെന്നും സൈറ്റിൽ പറയുന്നു. വിവാദങ്ങൾക്കൊടുവിൽ എമ്പുരാന്റെ റീ എഡിറ്റിംഗ് പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ ഒരാഴ്ച പിന്നിടുമ്പോൾ നേരത്തെ ലഭിച്ച കളക്ഷനിൽ നിന്നും നേരിയ തോതിലുള്ള ഇടിവ് കാണാം. ചിത്രത്തിന്റെ റീ എഡിറ്റിംഗ് കളക്ഷൻ ബാധിച്ചോ എന്നാണ് സിനിമാ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ആശീർവാദ് സിനിമാസും ശ്രീഗോകുലം മൂവീസും ചിത്രം നിർമ്മിച്ചത്. എന്നാൽ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ബോക്സ് ഓഫീസ് മാജിക് സംഭവിച്ചാൽ ഇന്ത്യയിലും 100 കോടി കളക്ഷൻ എന്ന നിലയിലേക്ക് എമ്പുരാൻ കടക്കുമെന്നാണ് വിവരം. എമ്പുരാനിലെ ഇന്ത്യൻ കളക്ഷൻ ഇങ്ങനെയാണ്: 1-ാം ദിവസം 21 കോടി രൂപ, 2-ാം ദിവസം 11.1 കോടി രൂപ, 3-ാം ദിവസം 13.25 കോടി രൂപ, 4-ാം ദിവസം 13.65 കോടി രൂപ, 5-ാം ദിവസം 11.15 കോടി രൂപ, 6-ാം ദിവസം 8.55 കോടി രൂപ, 7-ാം ദിവസം 5.50 കോടി രൂപ എന്നിങ്ങനെയാണിവ.